ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഉച്ചയുറക്കം കഴിഞ്ഞിട്ട് എണിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് ഇനി ചായ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പാലുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് വെളിയിൽ വെച്ചു. എന്നിട്ട് നമുക്ക് നീലു വരാറായി, അപ്പോൾ അപ്പോഴേക്കും ചായ കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നീലൂട്ടി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും കേട്ടോ. ഓട്ടോറിക്ഷയിലാണല്ലോ, അപ്പോൾ ആൾ നേരത്തെ എത്തും. ഇനിയാണ് രണ്ടുപേരും കൂടിയിട്ടുള്ള വൈകുന്നേരത്തെ കലാപരിപാടികൾ. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തിരുമ്പിയിട്ടെങ്കിലും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് എത്ര തിരുമ്പിയിട്ടായാലും പിന്നെയും അവർ അഴുക്കാക്കിയിട്ട് മൂത്രം വെച്ചിട്ടൊക്കെ ആയിട്ടും നമുക്ക് തീരുമാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെന്താ പണി, പിന്നെ മിറ്റടിക്കലായിരുന്നു. അങ്ങനെ മിറ്റൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വാമിക്കുട്ടി എവിടെ ഫോൺ ഓണാക്കിയാലും അപ്പോൾ അവൾ അങ്ങോട്ട് ഓടി വരും, എന്താണ് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ കുറേ നേരമായിരിക്കും നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അപ്പോൾ നമ്മൾ വെളിയിലാണ് കഴുകുന്നത്, നമുക്ക് അകത്ത് കഴുകാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഒരു 19 ദിവസം കല്യാണം കഴിച്ച് വന്നു. അപ്പോൾ വന്ന സമയത്തൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പോൾ നല്ല എന്താ പറയുക, വെരി സിമ്പിൾ എന്ന പോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിച്ചാടി ഒന്നും ചെയ്യും. നമ്മുടെ ഹെൽത്തിനും ഇതൊക്കെയാണ് നല്ലത്, ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് വരണം. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകുന്നേരത്ത് എന്തെങ്കിലും സ്പെഷ്യൽ എന്ന് പറയാനുള്ള ദോശയുണ്ട്. അപ്പോൾ ദോശയ്ക്ക് ഇപ്പോഴും ഒരു വെറൈറ്റി എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞപ്പോഴാണ് ഒരു മസാല ദോശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കടയിൽ പോയിട്ട് 2 ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് വന്നിട്ട് കുറച്ച് മല്ലിച്ചീപ്പും ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു മസാല. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കുറച്ച് മാവ് എടുത്ത് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാനുള്ള മാവ് എടുത്ത് നമ്മൾ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുപ്പ് മാറാൻ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കറിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഈ മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ട് നല്ലൊരു ഇഷ്ടമാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 6 മണിയായി. അപ്പോഴേക്കും അമ്മ സ്ഥിരം അമ്മയാട്ടോ വിളക്ക് വയ്ക്കുന്നത്. അങ്ങനെ അമ്മ വിളക്കും കുട്ടീസും അമ്മയും പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ പോയി കൈയും കാലും മുഖമൊക്കെ കഴുകി വന്ന് ഞാൻ സന്ധ്യനാമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തൊഴുത് അങ്ങനെ എല്ലാം കഴിഞ്ഞു. രാവിലെ കേട്ടോ കുളിക്കാറ്, വൈകുന്നേരത്തെ കൈയും കാലും മുഖം കഴുകിയിട്ട് പ്രാർത്ഥിച്ച് തൊഴുവാണ് ചെയ്യാറ് എപ്പോഴും. സന്ധ്യയ്ക്ക് നീലുവിനും വിളിക്കും തൊഴാനും പ്രാർത്ഥിക്കാനും. ആൾക്ക് ഓരോ മൈൻഡാണ്, ചില നേരങ്ങളിൽ വരും ചില നേരങ്ങളിൽ വരില്ല. അപ്പോൾ ഇന്ന് വരാൻ ആൾക്ക് വലിയ മൂടില്ലായിരുന്നു. ചെറുത് ഇങ്ങനെ സന്ധ്യ നേരമായപ്പോൾ ഇങ്ങനെ നടക്കാനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മനെ വിളിച്ചിട്ട് ഉമ്മറത്തോട് നടക്കുക. ഇത് വലിയൊരു പാടാണ് ഈ ഫുഡ് ചെറുതിന് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കളിയും കാര്യങ്ങളും ഓട്ടവും ചാട്ടവും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കൽ. അങ്ങനെ കുട്ടീസിൻ്റെ വയറൊക്കെ നിറച്ചതിന് ശേഷമാണ് ഞാനൊരു 7-7:30 ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ നിന്നത്. അങ്ങനെ ചൂടോടെ ഉണ്ടാക്കി കഴിക്കുമ്പോഴല്ലേ ഒരു ഫീൽ. ചിലപ്പോൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കും, പക്ഷേ കഴിക്കുമ്പോൾ വലിയൊരു എനിക്കൊരു രസം തോന്നില്ല. അപ്പോൾ എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്ക് കഴിക്കാൻ നേരമായപ്പോൾ അങ്ങനെ പോയിട്ട് ചുട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിൽ വെച്ചപ്പോൾ ഞാൻ അത്രയും ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ കൈ പിടിച്ചിട്ടല്ലേ എടുക്കാറ്. ഓക്കെ, അങ്ങനെ മസാല ദോശ എന്നുള്ളൊരു വികാരം കംപ്ലീറ്റ് ആവണം. നമുക്ക് ചട്നിയും സാമ്പാറും നല്ല ചൂട് ഉഴുന്നുവടയൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. പക്ഷെ നമുക്കതിനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെറിയൊരു രീതിയിൽ എന്നാലും ഒരു മനസ്സുഖം, കഴിച്ചല്ലോ മസാല ദോശ കഴിച്ചല്ലോ എന്നുള്ളൊരു സുഖം നമുക്ക് കിട്ടുമല്ലോ. ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ കൂടുമ്പോൾ എന്താ വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ കൂടുമ്പോഴാണ് ഉണ്ടാക്കാറ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കലാണ് പിന്നെ ഉള്ളൊരു ചെറിയൊരു പതിവ്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയൊരു ചമ്മന്തിയും ചൂട് മസാല ദോശയായിട്ട്. അപ്പോൾ വൈകുന്നേരത്തെ സീരിയലും കണ്ടിട്ടാണ് ഈ കഴിക്കൽ കേട്ടോ. ആഹാ, എന്താ സുഖം, ടി വിയും കണ്ട് ചൂടോടെ കഴിക്കാൻ വേറൊരു ഫീൽ തന്നെയാണ് എൻ്റെ പൊന്നെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒരു വീഡിയോസും മിസ്സാക്കാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക്. അവരോടൊക്കെ ഒരുപാട് താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ര സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. തുടർന്നും എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.